ജാങ്കോ ORM എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ബേസിക്കായിട്ടൊരു വെബ് ആപ്ലിക്കേഷനിൽ ഡേറ്റാബേസിൻ്റെ റോൾ എന്താണെന്നുള്ളത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. അതോ മിക്കവാറും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതെല്ലാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. സാധാരണ എല്ലാ ഒരു വെബ് ആപ്ലിക്കേഷനിലും രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഒരു ഫ്രണ്ട് എൻഡും ഒരു ബാക്ക് എൻഡും. നമ്മുടെ ഫ്രണ്ട് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ യൂസർ കാണുന്ന സെക്ഷൻ. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തൊരു എക്സാമ്പിൾ വെച്ച് ലാസ്റ്റ് പാർട്ടിൽ നമ്മളൊരു മൂവി ഡേറ്റ ആപ്ലിക്കേഷൻ ചെയ്തിരുന്നു അല്ലേ. അതിനകത്ത് നമ്മൾ ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ടില്ല, ബേസിക്കായിട്ട് ഒരു ഫോം യൂസ് ചെയ്ത് എൻട്രി ചെയ്യുന്നു, അത് ബാക്ക് എൻഡിൽ വരുന്നു. അതേപോലെ നമ്മുടെ ലിസ്റ്റിനകത്ത് കുറേ മൂവി ലിസ്റ്റ് കാണിച്ചു. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട് എൻഡിൽ. നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഫ്രണ്ട് എൻഡ് എന്നുള്ള നെയിം പറയുന്ന പോലെ തന്നെ നമ്മൾ എന്താണോ ഫ്രണ്ടിൽ കാണുന്നത്. ഒരു യൂസർ ഒരു വെബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്ത് ഓപ്പൺ ചെയ്താലും അവരുടെ മുന്നിൽ കാണുന്ന, അവരുടെ ബ്രൗസറിൽ ലോഡ് ചെയ്ത് കാണുന്ന സംഭവമാണ് ഫ്രണ്ട് എൻഡ്. ആ ഫ്രണ്ട് എൻഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, അത് HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കോഡായിരിക്കും അല്ലേ കാണുന്നത്. ഈ ഫ്രണ്ട് എൻഡ് ഇപ്പം നമ്മുടെ ജാങ്കോയുടെ കേസിൽ നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് നമ്മൾ എഴുതുന്ന, അതായത് ടെംപ്ലേറ്റിനകത്ത് എഴുതി ജനറേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ലെയർ, അതായത് ബാക്ക് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബാക്ക് എൻഡിൽ, അതായത് ഫ്രണ്ട് എൻഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ക് എൻഡ് സെർവർ സൈഡ് ലാംഗ്വേജിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ സെർവർ സൈഡിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അതായത് സെർവർ സൈഡിൽ നമ്മൾ ഈ പൈത്തണോ അല്ലെങ്കിൽ ജാവയോ PHP ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു സെർവർ സൈഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടാവും, സെർവർ സൈഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിനെയും അതുപോലെ ബാക്ക് എൻഡിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റാബേസിനെ എല്ലാം കൂടെ കൂടിയാണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനതൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു യൂസർ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഒരു സൈനപ്പ് ചെയ്യുകയെന്ന് കരുതുക. ആ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം അവർ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആദ്യത്തെ ആ രജിസ്ട്രേഷൻ പേജ് എടുക്കുന്നു. അതിൽ അവിടെ ഒരു ഫോം ലോഡ് ചെയ്യുന്നു. ഈ ഫോം ഒക്കെ ചെയ്തിരിക്കുന്നത് അറിയാം HTML-ലോ അല്ലെങ്കിൽ CSS അല്ല ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫോമാണ്. ആ ഫോം നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് സൈഡിൽ തന്നെ റൺ ചെയ്യുന്ന ചില ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, അത് വാലിഡേഷൻസിനൊക്കെ വേണ്ടിയുള്ളത്. ഇതെല്ലാം ഫില്ല് ചെയ്യുന്നു, ഫോം ഫില്ല് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഫ്രണ്ട് എൻഡിലായിരിക്കും അല്ലേ. പിന്നെ അവർ നേരെ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പാർട്ടി പറഞ്ഞ പോലെ തന്നെ ആ റിക്വസ്റ്റ്, അതൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ ആ പോസ്റ്റ് റിക്വസ്റ്റ് നമ്മൾ നേരെ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. പിന്നീട് അവിടെ സെർവറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സെർവർ സൈഡിൽ നമ്മുടെ പൈത്തൺ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണ്, ഇപ്പോൾ ഇപ്പോൾ ജാങ്കോ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജാങ്കോയുടെ പൈത്തണിൽ എഴുതിയിരിക്കുന്ന വ്യൂ ഫംഗ്ഷനിലായിരിക്കും ആ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വരുന്നത്. അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഒരു ബാക്ക് എൻഡ് ഡേറ്റാബേസ് ഉണ്ട്. ഈ ബാക്ക് എൻഡ് ഡേറ്റാബേസിലേക്ക് ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് എൻഡിൽ അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സൈനപ്പ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് പോസ്റ്റ് ഡേറ്റ ആയിട്ട് കിട്ടിയത് നമ്മൾ എഴുതിയിരിക്കുന്ന വ്യൂ ഫംഗ്ഷന് ജാങ്കോയുടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യൂ ഫംഗ്ഷനകത്ത് നമുക്ക് കിട്ടിയ ഡേറ്റ നമ്മുടെ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതാണ് ശരിക്കും നടക്കുന്നത്, ആ ഒരു സൈനപ്പ് ടൈമിൽ നടക്കുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏതാണോ നിങ്ങളുടെ വെബ് ആപ്ലിക്കേഷൻ അതിൽ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ ആ ഫ്രണ്ടിൽ ഒരു ഫോം വരുന്നു. ആ ഫോമാണ് ഈ ലോഗിൻ ഫോം, അതാണ് ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും എൻട്രി ചെയ്യുന്നു. അതിനുശേഷം നേരെ നമ്മൾ സൈൻ ഇൻ ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ യൂസർ നെയിമും പാസ്വേഡും വീണ്ടും അതിന് ഏതാണോ ഈക്വലൻ്റ് വ്യൂ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട വ്യൂ ഫംഗ്ഷൻ ആ വ്യൂ ഫംഗ്ഷനിലേക്ക് അയച്ചു കൊടുക്കുന്നു. വ്യൂ ഫംഗ്ഷൻ ആ യൂസർ നെയിമും പാസ്വേഡും ഉള്ള റെക്കോർഡ് നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്നു. ഓക്കെ, ആ ഡേറ്റ ഉണ്ടെങ്കിൽ, എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള റെസ്പോൺസ്, ലോഗിൻ ചെയ്ത നെക്സ്റ്റ് പേജിലേക്കുള്ള റെസ്പോൺസ് കൊടുക്കുന്നു. ഇതാണ് ശരിക്കും നമ്മുടെ ഒരു വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുമ്പോൾ നടക്കുന്നത്. അതായത് ഇതിനകത്ത് ഒരു ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, ബാക്ക് എൻഡ് ഉണ്ടാവും. ബാക്ക് എൻഡിൽ നമ്മുടെ സെർവർ സൈഡ് ലോജിക്ക ഉണ്ടാവും, അതിനൊപ്പം ആ ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഡേറ്റാബേസ് ഉണ്ടാവും. ഓക്കെ, ബേസിക്കായിട്ട് നമ്മളിപ്പം ഇത്രയാണ്, ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഡേറ്റാബേസിൻ്റെ റോൾ എന്താണെന്ന്. ഏതൊരു വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് റിലേറ്റ് ചെയ്ത് അതിനൊരു ഡേറ്റാ ബേസ് ഉണ്ടാവും. ഈ ഡേറ്റാ ബേസ് മിക്കവാറും അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഡേറ്റ ക്രിയേഷനും ഡിലീഷനും അപ്ഡേഷനും ഒക്കെ നടത്തുന്നത് എൻഡ് യൂസർ ആയിരിക്കും.
എൻഡ് യൂസർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുമ്പം ശരിക്കും സംഭവിക്കുന്നത് ഇതിൻ്റെ വെബ് ബാക്ക് എൻഡ് സെർവറിലുള്ള ഡേറ്റാബേസിൽ നമ്മുടെ റെക്കോർഡ് അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഡേറ്റാബേസ് പഠിച്ചപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ആ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അപ്ഡേറ്റ് ക്വറി നിങ്ങൾ മാനുവലി എക്സിക്യൂട്ട് ചെയ്തിരുന്നു അല്ലേ. ഈ മാനുവലി എക്സിക്യൂട്ട് ചെയ്ത ക്വറി തന്നെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ നമ്മുടെ പ്രൊഫൈലിലെ ഡേറ്റയൊക്കെ എഡിറ്റ് ചെയ്തു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അത് സെർവറിലെത്തുന്നു. സെർവറിൽ ആ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സെർവർ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഏത് ക്വറിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ അപ്ഡേറ്റ് ക്വറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നേരത്തെയുള്ള ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പം വെബ് PHPയിലോ അല്ലെങ്കിൽ JSPയിലൊക്കെ പണ്ട് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഈ ORM കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ SQL ക്വറി നേരെ നമ്മുടെ കോഡിൽ എഴുതി കൊടുക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. ORM വരുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം ഇത് തന്നെയായിരുന്നു. കാരണം നമുക്ക് എല്ലാത്തിനും SQL ക്വറി, നമ്മുടെ പ്രോഗ്രാമിനകത്ത് മുഴുവൻ SQL ക്വറിയും കൂടെ ഇടയ്ക്ക് എഴുതേണ്ടി വരും. ആ SQL ക്വറിയാണ് നേരെ, അതായത് ഇൻസേർട്ട് ഇൻറ്റു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ടേബിളിലെല്ലാം ക്വറി എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. നേരത്തെ നമ്മളൊക്കെ ആണെങ്കിലും JSPയിലും PHPയിലും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ എഴുതിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു എണ്ണത്തിനകത്ത് മുഴുവൻ നമ്മൾ കോഡ് എഴുതുന്ന ഒരു സ്റ്റൈലിൽ SQL ക്വറി വേറെ രീതിയിൽ, അത് നമുക്ക് തന്നെ ഒരു അത്ര സുഖകരമായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലായിരുന്നു. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഈ ORM എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്. ഓക്കെ, ORM എന്താണെന്ന് നമുക്ക് നോക്കാം. ORM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ്. ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമുക്ക് സാധാരണ ഡേറ്റാബേസിൽ ടേബിൾസും അതിൻ്റെ ഫീൽഡ് വാല്യൂസും ഒക്കെ ആയിട്ട് നടത്തുന്ന ഓപ്പറേഷൻസ് നമുക്കത് വിട്ടിട്ട്, ഡേറ്റാബേസിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം വിട്ടിട്ട് വെറുതെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പൈത്തൻ്റെ തന്നെ ക്ലാസ്സും ഒബ്ജക്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. നമുക്ക് ഡേറ്റാബേസ് ക്വറിയുടെ കോംപ്ലിക്കേഷൻസോ അതൊന്നും ആലോചിക്കേണ്ട. അതിന് പകരം നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ക്ലാസ്സിന് ഈക്വലൻ്റ് ആയിട്ട് ടേബിൾ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റുകൾ ടേബിളിൻ്റെ ഓരോ പുതിയ റെക്കോർഡ്സ് ആയിട്ട് വരുവാണ്. ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചിൽ നമ്മുടെ ഡേറ്റാബേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ORM. അതായത് നമ്മൾ SQL സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ SQL ക്വറിയോ ഒന്നും നമ്മുടെ കോഡിൽ എഴുതണ്ട. അതിന് പകരം നമ്മൾ സാധാരണ പൈത്തണിൽ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്യുന്നത് അതേപോലെ നമ്മൾ ക്ലാസ് ഒബ്ജക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഈ ബാക്കി ബാക്ക് എൻഡിലുള്ള ക്വറി ജനറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ബാക്ക് എൻഡിൽ ഒരു ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള ക്വറിയൊക്കെ തന്നെ ORM ടൂളിനകത്ത് തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് ബേസിക്കായിട്ട് ഒരു ORMൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഈ പ്രോജക്റ്റിൽ നമ്മൾ ഇത്രയാണ് വന്നിരുന്നത്. മൂവി പ്രോജക്റ്റ് നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോജക്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിനകത്ത് ക്രിയേറ്റ് എഡിറ്റ് ലിസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു. ക്രിയേറ്റിനകത്ത് നമ്മൾ ജസ്റ്റ് ഡേറ്റ ടൈറ്റിൽ ഇയർ സമ്മറി ക്രിയേറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഡേറ്റ നമ്മുടെ സെർവറിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നിടം വരെയാണ് നമ്മൾ ചെയ്തിരുന്നത് അല്ലേ. പ്രിൻ്റ് ചെയ്യുന്നിടം വരെയാണ് ചെയ്തത്. നമുക്കിനിയും വേണ്ടത് സെർവറിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് സെർവറിൻ്റെ ഡേറ്റാ ബേസിൽ ഈ ഡേറ്റ സ്റ്റോർ ആവണം. അതിനാദ്യം വേണ്ടത് നമുക്കൊരു ഡേറ്റാ ബേസ് വേണം. ഇപ്പോൾ ഇന്ന് ഞാനിപ്പം ഒരു ബൈ ഡിഫോൾട്ട് ജാങ്കോയിൽ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു ഒരു ഡേറ്റാ ബേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതാണ് SQLite ഡേറ്റാബേസ്. ഈ SQLite ഡേറ്റാബേസ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലൊക്കെ നമുക്ക് വേറെ പോസ്റ്റ്ഗ്രിസോ അല്ലെങ്കിൽ MySQLോ വേറെ DBയിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ settings.py എടുക്കുക. ഇതിനകത്ത് ഡേറ്റാബേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിക്ഷണറി കാണാം. ഇതിപ്പം ബൈ ഡീഫോൾട്ട് തന്നെ നമുക്ക് വന്ന് കിടക്കുന്നത് നമ്മുടെ SQLite ഡേറ്റാബേസ് ആണ്. SQLite എന്ന് പറയുന്നത് ഒരു ഫയൽ ഡേറ്റാബേസ് ആണ്. SQLite ഇവിടെ തന്നെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അതല്ല, ഇപ്പം നമ്മൾ പോസ്റ്റ്ഗ്രിസോ അല്ലെങ്കിൽ MySQL ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഈ ഡേറ്റാബേസിൻ്റെ ഡിക്ഷണറി വഴി തന്നെ പാസ് ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ ഡേറ്റാബേസ് സ്പെസിഫൈ ചെയ്യണം. ഇവിടെ ഡീഫോൾട്ട് ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് ഞാനൊന്നും മാറ്റം വരുത്തുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ നമ്മുടെ മൂവീസ് ആപ്പിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടൈറ്റിലും ഇയറും സമ്മറിയും സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയുള്ളൊരു, അതായത് നമ്മൾ യൂസർ എൻ്റർ ചെയ്ത ടൈറ്റിലും ഇയറും സമ്മറിയും നമ്മുടെ ബാക്ക് ആൻഡ് DBയിൽ സ്റ്റോർ ചെയ്യണം അല്ലേ. ഈ ടൈറ്റിൽ ഇയർ സമ്മറിയും സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം ടൈറ്റിൽ വേണം. അത് എന്തെങ്കിലും വാർക്കാരോ എന്തെങ്കിലും ഫീൽഡ് വെച്ച് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യും.
ഇയർ ഇൻറ്റിജർ ആയിരിക്കാം, അല്ലെങ്കിൽ സമ്മറി വേണം. ഈ 3 വാല്യൂം വെച്ചിട്ട് നമ്മളൊരു ടേബിൾ സാധാരണ ബാക്ക് എൻഡ് ടേബിളിൽ ക്രിയേറ്റ് ടേബിൾ എന്നൊക്കെ പറഞ്ഞ് കൊറി അടിച്ച് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, ടേബിൾ ക്രിയേറ്റ്. ജാങ്കോയിൽ നമുക്ക് ടേബിൾ അല്ലെങ്കിൽ ആ ഡേറ്റ എന്താണോ ആ ഡേറ്റ, ടേബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റേ വിട്ടേര്, അതിന് പകരം നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു ക്ലാസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മൂവീസ് എന്ന് പറയുന്ന ആപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം, models.py എന്ന് പറഞ്ഞൊരു ഫയൽ വന്ന് കിടക്കുന്നുണ്ടല്ലേ. ഈ models.py അല്ലെങ്കിൽ മോഡൽ ക്ലാസ്സുകളാണ് ജാങ്കോയിൽ ഡേറ്റ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് SQLനകത്ത് നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ജാങ്കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ജാങ്കോയിൽ എന്തൊക്കെയാണോ ഒരു ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്യുന്ന ഡേറ്റ എന്തൊക്കെയാണോ വേണ്ടത്, ആ ഡേറ്റ നമ്മൾ ഓരോന്നും എഴുതുന്നത് മോഡൽ ക്ലാസ്സുകളായിട്ടായിരിക്കും അല്ലേ. അതായത് റിലേറ്റഡ് ടേബിൾസ് എന്ന് പറയുന്ന റിലേഷണൽ ഡേറ്റാബേസിനകത്ത് റിലേറ്റഡ് ടേബിൾസ് എന്ന് പറയുന്നത് പോലെ തന്നെ ജാങ്കോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ മോഡലുകൾ അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾ തമ്മിലുള്ള റിലേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക ഡേറ്റ മാനേജ് ചെയ്യുന്നത്. നമ്മൾ മോഡൽ ക്ലാസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ഇതേപോലെ മോഡൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ബൈ ഡീഫോൾട്ട് കിടക്കുന്ന ഒരു പൈത്തൻ്റെ മോഡൽസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ കിടക്കുന്ന ഒരു ക്ലാസ്സാണ് മോഡൽ. ഈ മോഡൽ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആ ക്ലാസ്സുകളെ നമ്മൾ പറയുന്നതാണ് മോഡൽ ക്ലാസ്സുകൾ. എപ്പോഴേക്കും നമുക്ക് പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പുതിയൊരു മോഡൽ ക്ലാസ് റിക്വയർഡ് ആയിട്ടുണ്ടോ ആ സമയത്തെല്ലാം നമ്മൾ ഇതേപോലെ models.model എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇൻഹെറിറ്റ് ചെയ്ത് നമ്മൾ ഏതാണോ നമുക്ക് ടേബിളിന് നമ്മൾ നെയിം കൊടുക്കേണ്ടത്, അതേപോലെ നമ്മളിവിടെ ആ പുതിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ ക്ലാസ്സിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തൊക്കെ ഫീൽഡുകളാണോ വേണ്ടത്. ഡേറ്റാബേസിൽ നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീൽഡ് ആണോ ആ ഫീൽഡിൻ്റെ ടൈപ്പ് എന്താണോ ഒക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ടായിട്ടായിരിക്കും നമ്മൾ ഫീൽഡ് വാല്യൂസ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇത് ശരിക്കും പൈത്തൻ്റെ ക്ലാസ് എങ്ങനെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു പൈത്തൺ ക്ലാസ് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കിപ്പോൾ 3 ഫീൽഡാണ് വേണ്ടത്. ഒന്ന് ടൈറ്റിൽ. നമ്മൾ ടൈറ്റിലിൻ്റെ ടൈപ്പ് പറയുന്നത് ക്യാർ ഫീൽഡാണ്. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ശരിക്കും ഈ ക്യാർ ഫീൽഡ് ഇതെല്ലാം ഈ മോഡൽസ് എന്ന് പറയുന്ന മൊഡ്യൂളിലുള്ള ഓരോ ക്ലാസ്സുകളാണ്. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഫീൽഡ് വേണമെങ്കിൽ നമ്മൾ ശരിക്കും ക്യാർ ഫീൽഡ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനെന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുമല്ലോ, നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും അതിൻ്റെ മാക്സിമം ലെങ്ത് അല്ലെങ്കിൽ നൾ വാല്യൂ ഡീഫോൾട്ട്, അങ്ങനെ എന്തൊക്കെ ഒരു ഫീൽഡിന് എന്തൊക്കെ ടൈപ്പ് പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുക്കാവും. ചിലപ്പം പ്രൈമറി കീ ആണോ അല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ടേബിളിൻ്റെ ഡേറ്റാബേസ് പഠിച്ച സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അതേപോലെ ആ ഫീൽഡിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് സ്പെസിഫൈ ചെയ്യാവോ അതൊക്കെ നമുക്ക് ഈ പറയുന്ന ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മാക്സിമം ലെങ്ത് മാത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതുപോലെ നമുക്ക് എന്ത് വേണം ഡീഫോൾട്ട് വാല്യൂ ഒക്കെ വേണേൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഇയർ. ഓക്കെ, ഡേറ്റാബേസിൽ ഓരോ ഫീൽഡിനും ഈക്വലൻ്റ്, ഓരോ ഫീൽഡ് ടൈപ്പിനും ഈക്വലൻ്റ് ആയിട്ട് മോഡൽസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമുക്ക് ക്ലാസ്സുകളുണ്ട്. ഇൻറ്റിജർ ഫീൽഡ്, അതേപോലെ ക്യാരക്ടർ ഫീൽഡ്, അങ്ങനെ ഓരോരോ ക്ലാസ്സുകളുണ്ട്. ഇപ്പം ഡേറ്റാബേസിൽ നമുക്ക് ഇൻ്റാണ് വേണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇൻറ്റിജർ ഫീൽഡായിട്ട് ഡിക്ലെയർ ചെയ്യും. അതേപോലെ വാർക്കാർ ആണ് ക്യാർ ഫീൽഡ് ആയിരിക്കും, ടെസ്റ്റ് ആണ് ടെസ്റ്റ് ഫീൽഡ് ആയിരിക്കും, ഫ്ലോട്ട് ആണ് ഫ്ലോട്ട് ഫീൽഡ്. ഇതിപ്പം മെയിനായിട്ട് കുറച്ചുള്ള ഫീൽഡുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ടേബിളിനകത്ത് എന്ത് ഫീൽഡാണോ വേണ്ടത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സംഭവം നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നമ്മളിപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു 3 വാല്യൂ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് വെച്ച് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഇത്രയും ചെയ്തു. ഒരു മൂവി
നമ്മുടെ മൂവീസ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് models.py മൂവി ഇൻഫോ എന്ന് പറഞ്ഞൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. ആ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മോഡൽ ക്ലാസ് എക്സ്റ്റെൻസ് ചെയ്തു. അതിനുശേഷം ടൈറ്റിൽ, ഇയർ, ഡിസ്ക്രിപ്ഷൻ 3 ഫീൽഡ് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ മോഡൽ ക്ലാസ് ക്രിയേറ്റ് ആയി. അടുത്ത് നമുക്ക് ഈ മോഡലിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേബിളുകൾ ജനറേറ്റ് ചെയ്യിക്കണം അല്ലേ? അതിനുവേണ്ടി 2 സ്റ്റെപ്സാണ് ജാങ്കോയിൽ ചെയ്യുന്നത്. ആദ്യം പറയുന്നത് നമ്മൾ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള, ഇവിടെ നിങ്ങളൊരു ഫോൾഡർ കാണാം, മിഗ്രേഷൻസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. നമ്മുടെ മോഡൽ ക്ലാസ്സിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മിഗ്രേഷൻ ഫയലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്ന കമാൻഡ് ആദ്യം മോഡൽ ക്ലാസ്. ഇപ്പം ഇതിനകത്ത് സിംഗിൾ മോഡലേ ഉള്ളൂ. ചിലപ്പം മിക്കവാറും എല്ലാ പ്രൊജക്റ്റുകളിലും മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് മോഡൽ ഫയലുകളൊക്കെ നമുക്കുണ്ടാവും, ഒരുപാട് മോഡൽ ക്ലാസ്സുകളുണ്ടാവും. ടേബിൾസ് പറയുന്ന പോലെ തന്നെ ഒരു സാധാരണ ഒരു ആപ്ലിക്കേഷൻ്റെ ഡേറ്റാബേസിനകത്ത് കുറേ ടേബിൾസ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ജാങ്കോയുടെ ഒരു വെബ് ആപ്ലിക്കേഷനകത്ത് കുറേ മോഡൽ ക്ലാസ്സുകളുണ്ടാവും. ഓക്കെ, ഓരോ തവണ ഈ മോഡൽ ഫയൽസിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട 2 കമാൻഡുകളാണ്. ആദ്യത്തെ കമാൻഡ് പൈത്തൺ manage.py മേക്ക് മിഗ്രേഷൻസ്. ഓക്കെ, പൈത്തൺ manage.py മേക്ക് മിഗ്രേഷൻ. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയറിയാം, ഇത് കണ്ടോ, ഇവിടെ ഒരു ക്രിയേറ്റ് മോഡൽ മൂവി ഇൻഫോ എന്ന് പറഞ്ഞൊരു പേര് വന്നു. അതായത് ഇവിടെ ഒരു മിഗ്രേഷൻ ഫയൽ ജനറേറ്റ് ചെയ്യും എന്ന് പറയും. ഇവിടെ ഒരു ഫയൽ ജനറേറ്റ് ആയിട്ടുണ്ട് 00. അതായത് നമ്മുടെ മൂവി ഏത് ആപ്പിലാണോ നമ്മുടെ മോഡൽ കിടക്കുന്നത് അതിനകത്തൊരു ഫോൾഡർ കാണാം, മിഗ്രേഷൻസ്. ആ മിഗ്രേഷൻസിനകത്ത് ഒരു ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ജനറേറ്റ് ആയി. ഇതിനെ നമ്മൾ മിഗ്രേഷൻ ഫയൽ എന്ന് പറയുന്നു. ശരിക്കും നമ്മുടെ ഇപ്പോഴും നമ്മുടെ ബാക്ക് എൻഡ് ഇത് കണ്ടോ, ടേബിൾസ് ഇത് SQLite ടേബിളാണ് കാണുന്നത്, ഈ DB SQLite 3. ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ടേബിൾസ് ഒന്നും വന്നിട്ടില്ല അല്ലേ? അതായത് നമ്മൾ മോഡൽ ഫയൽ, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മോഡൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേബിൾ ജനറേറ്റ് ആവും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ടേബിൾ ഒന്നും വന്നിട്ടില്ല. അതിന് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ മിഗ്രേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഈ മിഗ്രേഷൻ ഫയൽസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും ശരിക്കും എന്ത് കൊറിയാണോ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രിയേറ്റ് ടേബിൾ കൊറിയൊക്കെ ഇതിനകത്ത് തനിയെ എക്സിക്യൂട്ട് ആവും. ആ എക്സിക്യൂട്ട് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കമാൻഡ് കൂടെ അടിക്കണം. അതിനുള്ള കമാൻഡാണ് പൈത്തൺ manage.py migrate. ഓക്കെ, ആദ്യത്തെ കമാൻഡ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷനകത്തുള്ള മോഡൽ ഫയൽസിൻ്റെ എല്ലാം ഈക്വലൻ്റ് ആയിട്ടുള്ള മിഗ്രേഷൻ ഫയലുകൾ ജനറേറ്റ് ആവും. മിഗ്രേറ്റ് കമാൻഡ് അടിക്കുമ്പോൾ ഈ മിഗ്രേഷൻ ഫയൽസിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റ് കൊറികൾ അല്ലെങ്കിൽ ഓൾട്ടർ എന്ത് കൊറിയാണോ ഉള്ളത് ആ കൊറി എക്സിക്യൂട്ട് ചെയ്ത് ഇതിനകത്ത് ടേബിൾ വരും. ആണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കി അറിയാം, കണ്ടോ, ഇപ്പോൾ ടേബിൾസ് ക്രിയേറ്റ് ആയി. പക്ഷേ നമ്മളാകെ ഇതുണ്ടോ, ഇവിടെ നമ്മളുടെ മോഡലിൻ്റെ ഇതാണ്. അതിനകത്ത് ID, ടൈറ്റിൽ, ഇയർ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ 4 ഫീൽഡുള്ള ഒരു ടേബിളാണ്. ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, ഈ SQLite ടേബിൾ ഇതേപോലെ ടേബിൾ ഫോർമാറ്റിൽ വ്യൂ ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അത് നമ്മുടെ VS കോഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കാണത്തുള്ളൂ. അതായത് SQLite വ്യൂവർ എന്നെന്തോ ആണ്, നോക്കട്ടെ. ഓക്കെ, ഈ SQLite വ്യൂവർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ് SQLite വ്യൂവർ. നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇതുണ്ട്, ഇതേപോലെ വരും. ഇത് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. SQLite വ്യൂവർ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടേബിൾസ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഈ മൂവീസ് ഇൻഫോ ടേബിളിനകത്ത് ID, ടൈറ്റിൽ, ഇയർ, ഡിസ്ക്രിപ്ഷൻ ഈ 4 ഫീൽഡ് ഉണ്ട്. പക്ഷേ ആ മൂവീസ് ഇൻഫോ ടേബിൾ അല്ലാതെ തന്നെ നിങ്ങൾ നോക്കിയറിയാം കുറേ ടേബിളുകൾ വേറെയും വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഓത്ത് ഗ്രൂപ്പ്, ഓത്ത് യൂസർ എന്നൊക്കെ പറഞ്ഞ് ജാങ്കോ സെക്ഷൻ, ഓത്ത് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടേബിൾസ് വീണ്ടും വന്നിട്ടുണ്ടല്ലേ. ഈ ടേബിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബൈ ഡീഫോൾട്ട് നമ്മൾ ആ ഫ്രെയിം വർക്കിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു, ബൈ ഡീഫോൾട്ട് ജാങ്കോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഫീച്ചറുകളുണ്ട്. ആ ഫീച്ചറുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടേബിളുകളും നമുക്ക് ഓൾറെഡി തന്നെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഓൾറെഡി തന്നെ അതിൻ്റെ മിഗ്രേഷൻ ഫയൽ വന്ന് കിടപ്പുണ്ട്. നമ്മളിത് ഫസ്റ്റ് ടൈം മിഗ്രേറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതും കൂടെ നമ്മൾ ഫസ്റ്റ് ടൈം മിഗ്രേറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ടേബിൾസ് കൂടെ ജനറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു ടേബിൾസും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മൂവീസ് ഇൻഫോ നമുക്ക് പുതിയൊരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ മോഡൽ ക്ലാസ് എഴുതും. എന്തെങ്കിലും നമ്മളിപ്പോൾ എഴുതാനുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു ടേബിൾ ഞാൻ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി കാണിക്കുവാണ്. ഓക്കെ, വേറെ ഒരു പുതിയൊരു മോഡലിലൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. വെറുതെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടി എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഫ്ലോ എന്ന്. ഡയറക്ടർ എന്ന് പറഞ്ഞൊരു ടേബിൾ ഇട്ടു.
അതിനൊരു ഫീൽഡ് ഞാൻ കൊടുത്തു. ഒരു ക്യാർ ഫീൽഡ്, ജസ്റ്റ് നെയിം മാത്രം കൊടുത്തു. ഓക്കെ, ഒറ്റ ഫീൽഡ് മാത്രമേ കൊടുത്തുള്ളൂ. ഇപ്പം ഞാനൊരു പുതിയൊരു, അതായത് മൂവി ഇൻഫോ എന്ന് പറയുന്ന പോലെ തന്നെ പുതിയൊരു മോഡലോടെ ക്രിയേറ്റ് ചെയ്തു, ഡയറക്ടർ. അപ്പോൾ വീണ്ടും നമ്മൾ മിഗ്രേഷൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നോക്കിയാൽ അറിയാം മിഗ്രേഷൻസിനകത്ത് ഇത് കണ്ടത്. നമ്മൾ ഓരോ തവണ ചേഞ്ച് വരുത്തുമ്പോഴും ഇതേപോലെ പുതിയ പുതിയ മിഗ്രേഷൻസ് ഫയൽ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ വീണ്ടും നമ്മളത് മിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി മിഗ്രേറ്റ്. ഓക്കെ, ഇപ്പം നോക്കിയാൽ അറിയാം. ഇപ്പം വീണ്ടും SQL ടേബിളിൻ്റെ വ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പം നേരത്തെ നമുക്ക് 12 ടേബിളായിരുന്നു, ഇപ്പം 13 ടേബിളായി അല്ലേ. അതായത് മൂവീസ് ഡയറക്ടർ. എപ്പോഴും ഈ ആപ്പ് നെയിം കൂട്ടിയിട്ടാണ് ടേബിൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മൂവീസ് എന്ന് പറയുന്ന ആപ്പിനകത്താണ് മൂവീസ് ഡയറക്ടർ എന്ന് പറഞ്ഞ് പുതിയൊരു ടേബിൾ വന്നു. അതിന് 2 ഫീൽഡേ ഉള്ളൂ, ID നെയിം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ID നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തെങ്കിൽ തന്നെ ഈ ID വരുന്നുണ്ടല്ലേ, 2-നകത്തും വന്നിട്ടുണ്ട്. അതായത് ഒരു പ്രൈമറി കീ അല്ലേ. പ്രൈമറി കീ എന്താണെന്നുള്ളത് നമ്മുടെ ഡേറ്റാബേസിനകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓരോ റെക്കോർഡ്സിനെയും യൂണിക്കായിട്ട് വരുന്നൊരു കീയാണ് പ്രൈമറി കീ. അപ്പോൾ ഈ പ്രൈമറി കീ വാല്യൂ ബൈ ഡീഫോൾട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഈ ID ഇവിടെ വരും. നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇപ്പം തൽക്കാലം ബൈ ഡീഫോൾട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകണം. ഇത്രയാണ് ശരിക്കും നമ്മുടെ ഒരു ഡേറ്റാ ബേസ് ബാക്കെൻഡിൽ അല്ലെങ്കിൽ ഒരു മോഡലിനെ അത് ടേബിളായിട്ട് മാറ്റാനായിട്ടുള്ള സ്റ്റെപ്സുകൾ വരുന്നത്. ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എന്താണോ SQL ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേണ്ട ഡേറ്റാസ് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മോഡൽ ക്ലാസ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മളത് മിഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വീണ്ടും ഇപ്പം നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ മിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മിഗ്രേഷൻ കമാൻഡ്സുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ റൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ക്രിയേറ്റ് ഫംഗ്ഷൻ കിടക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് ടേബിളിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ആവണം അല്ലേ. നമ്മൾ എൻട്രി ചെയ്ത് എന്താണോ ആ ഡീറ്റെയിൽസ് നമ്മുടെ ടേബിളിൽ വന്ന് കിടക്കണം. ഇപ്പോൾ നമ്മുടെ ടേബിളിൽ മൂവി ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റാസ് ഒന്നും കിടപ്പില്ല. ID, ടൈറ്റിൽ, ഇയർ എന്ന് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഫീൽഡുകൾ മാത്രമേ കിടപ്പുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നേരെ നമ്മൾ വ്യൂ ഫംഗ്ഷനിലെത്തി. നമ്മൾ നേരത്തെ എഴുതിയ ഫംഗ്ഷനാണ് വ്യൂവേ. അതിനകത്ത് ഒരു ക്രിയേറ്റ് ഫംഗ്ഷനിൽ നമ്മൾ ഇത്രയും വരെ എഴുതിയിരുന്നു. അതായത് ടൈറ്റിൽ നമ്മൾ request.post.get ടൈറ്റിൽ എന്ന് പറഞ്ഞ് ടൈറ്റിൽ എടുത്തിരുന്നു. അത് ഞാനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. നേരത്തെ പ്രിൻ്റാണ് കൊടുത്തിരുന്നത്, അതിന് പകരം ഞാനതൊരു വേരിയബിളിലേക്ക് കൊടുത്തു. അതായത് പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ ഇവിടെ വരുന്നുണ്ട്. വീണ്ടും ഇയറും ഞാനൊരു വേരിയബിളിലേക്ക് കൊടുത്തു. ഇവിടെ ചെയ്തിരുന്ന എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതാണ്. അതായത് നെയിം, ടൈറ്റിൽ, ഇയർ, സമ്മറി 3 ഫീൽഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം വെച്ചിട്ടുള്ള പോസ്റ്റായിട്ട് ഡേറ്റ ഇവിടെ വ്യൂസ് ഫയലിൽ വന്നിട്ടുണ്ട്. ആ വ്യൂ ഫംഗ്ഷനകത്ത് നമ്മുടെ അതായത് ക്രിയേറ്റ് ആണ് ഇവിടെ, ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നേരെ ക്രിയേറ്റിലെത്തും. ഈ ക്രിയേറ്റ് ഫംഗ്ഷൻ നമ്മൾ urls.py നിന്ന് ക്രിയേറ്റിലെത്തുന്ന സമയത്ത് ആദ്യം നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ request.post, അതായത് പോസ്റ്റ് ചെയ്ത ഡേറ്റയാണോ എന്ന് നോക്കും. ആണെങ്കിൽ ടൈറ്റിൽ, ഇയർ ഈ 3 ഡേറ്റയും നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എന്നായിരുന്നു നമ്മൾ ഫോംസി പേര് കൊടുത്തത്. ഓക്കെ, സമ്മറി എന്നാണ് കൊടുത്തിരുന്നത് തൽക്കാലം. ഓക്കെ, അപ്പം ഞാൻ സമ്മറി തന്നെ കിടന്നോട്ടെ. കുറച്ചുകൂടെ ഇത് നോർമലി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇവിടെ കൊടുക്കുന്ന ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഒരേ ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് കുറച്ചുകൂടെ റീഡബിൾ മനസ്സിലാക്കാൻ എളുപ്പം അതാണ്. ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ, ഇയർ, ഡിസ്ക്രിപ്ഷൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഡേറ്റ ഇവിടെ എത്തും. ഇനി അടുത്തത് നമുക്ക് ആ ഡേറ്റ എന്ത് പറയണം, നമ്മുടെ ടേബിളിലേക്ക് സേവ് ചെയ്യണം. ആ ടേബിളിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ മോഡലിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞിരുന്നു. ഒന്നുമില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡൽ ക്ലാസ്സിൻ്റെ, അതായത് മൂവി ഇൻഫോയിലേക്ക് നമുക്കൊരു ഡേറ്റ സേവ് ചെയ്യണമെങ്കിൽ മൂവി ഇൻഫോ മോഡൽ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ ആദ്യം
വെറുതെ ഇവിടെ നമ്മൾ മൂവി ഇൻഫോ എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിക്കും ഈ വ്യൂ ഫയലിനകത്ത് മോഡൽ വന്നിട്ടില്ല. അതിന് ആദ്യം നമ്മളത് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതായത് മൂവി ഇൻഫോ മോഡൽ ഇമ്പോർട്ട് ചെയ്തു. പിന്നെ മൂവി ഇൻഫോയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടി ഞാൻ വെറുതെ ഒരു പേര് കൊടുത്തെന്നുള്ള മൂവി ഒബിജ ഒരു വേരിയബിൾ ഇട്ടെന്നേ ഉള്ളൂ. ഒരു വേരിയബിൾ നെയിം ഏതെങ്കിലും കൊടുക്കാം. മൂവി ഇൻഫോ നമ്മൾ സാധാരണ പൈത്തണിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി തന്നെ. ഇവിടെ ടൈറ്റിൽ ഈക്വൽ ടു ടൈറ്റിൽ, ഈ നെയിം ടൈറ്റിൽ നിന്ന് തന്നെ ഞാൻ കൊടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നേ ഉള്ളൂ. ഇയർ ഈക്വൽ ടു ഇയർ, ഡിസ്ക്രിപ്ഷൻ ഈസ് ഈക്വൽ ടു അതായത് നമുക്ക് ടൈറ്റിലിൽ വേണ്ട ഡേറ്റ എന്താണോ അത് ടൈറ്റിൽ. ഇത്രയും നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഇതിനൊപ്പം ഒരൊറ്റ കാര്യം ഇവിടെ ചെയ്യണം, ഡോട്ട് സേവ്. ഇതോടെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ടേബിളിൽ വാല്യൂ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിൽ വരുന്ന ഡേറ്റ ടൈറ്റിലും ഇയറും സമ്മറിയും പോസ്റ്റിൽ നിന്ന് എടുക്കുന്നു. ആ ഇത് വെച്ചിട്ട് നമുക്കൊരു മൂവി ഇൻഫോ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സേവ് ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് ആൻഡ് ടേബിളിൽ ഡേറ്റ സേവ് ആവും. ഓക്കെ, സോറി, ഇവിടെ നമ്മൾ ഡോട്ട് ഇടാൻ വിട്ടുപോയി. അതാണ്, അതായത് ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പം പറഞ്ഞിരുന്നു, ഒരു സെയിം പാക്കേജിൽ തന്നെ കാര്യം ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഡോട്ട് യൂസ് ചെയ്യണം. അതായത് ഡോട്ടോടെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മളിപ്പോൾ ഡോട്ട് ഇടാവുന്നതുകൊണ്ടാണ് അത് വരാഞ്ഞത്. ഇനി നമ്മളൊന്ന് റൺ ചെയ്യിച്ച് നോക്കാം. നമ്മൾ ടൈറ്റിൽ കൊടുക്കുവാണ്. ഓക്കെ, നമ്മൾ 3 വാല്യൂ കൊടുത്തു, ക്രിയേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. അതായത് നമ്മൾ എഴുതി വെച്ചിരുന്നത് സേവ് ചെയ്യാനാണ്. നമ്മൾ ടേബിൾ എടുത്തു, വാല്യൂ വന്ന് നോക്കാം. ഓക്കെ, മൂവി ഇൻഫോ കണ്ടോ, നമ്മൾ എൻട്രി ചെയ്ത വാല്യൂ വന്നു. ഓക്കെ, നമ്മൾ ഏത് ഡേറ്റയാണോ കൊടുത്തത് ആ ഡേറ്റ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കിയ ഡേറ്റയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഇവിടെ എത്തി, ടേബിളിൽ വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ സേവ് ചെയ്തപ്പോൾ ആ ഡേറ്റ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഒന്നുകൂടെ വാല്യൂസ് എൻട്രി ചെയ്യാം. ഇപ്പം നമ്മളിവിടെ വേറൊരു വാല്യൂ എൻട്രി ചെയ്യുകയാണ്. ഓക്കെ, കണ്ടോ, അതായത് നമ്മൾ അവിടെ എൻട്രി ചെയ്യുന്ന വാല്യൂ നേരെ വ്യൂ ഫംഗ്ഷനിലെത്തുന്നു, അത് സേവ് ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണോ ആ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ ടേബിളിലേക്ക് സ്റ്റോർ ആവുകയാണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ടേബിളിൽ ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ. ഇത് നമുക്കിപ്പോൾ അഥവാ വ്യൂ ചെയ്യണമെന്ന് കരുതുക. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ടേബിളാണോ വേണ്ടത് അതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മളൊരു ഡേറ്റ മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മോഡൽ ക്ലാസ്സിലേക്കാണ്, മോഡൽ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടേബിളിൽ ഓരോ പുതിയ റോയും വരികയാണ്, അല്ലെങ്കിൽ ആ ടേബിളിലേക്ക് പുതിയ റെക്കോർഡ്സുകൾ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്കറിയാം ബേസിക്കലി ഒരു ഡേറ്റാ ബേസ് അല്ലെങ്കിൽ ടേബിളിലെ മെയിനായിട്ടും ക്രെഡ് ഓപ്പറേഷൻസ്, അതായത് ക്രിയേറ്റ്, എഡിറ്റ്, ഡിലീറ്റ്, അപ്ഡേറ്റ് ഫംഗ്ഷൻസ് ആണ് അതിനകത്ത്. അതിന് വേണ്ടി SQL നിങ്ങൾ പല കൊറികൾ യൂസ് ചെയ്യും അല്ലേ, ഇൻസേർട്ട് ചെയ്യാനുള്ള കൊറി, ഡിലീറ്റ് ചെയ്യാനുള്ള കൊറി, അപ്ഡേറ്റ് ചെയ്യാനുള്ള കൊറി. ഈ കൊറിക്ക് പകരം നമുക്ക് ജാങ്കോയിൽ തന്നെ യൂസ് ചെയ്യാവുന്ന കുറേ ഫംഗ്ഷനുകളുണ്ട്. ഈ മോഡൽ ക്ലാസ്സുകളിൽ തന്നെ വരുന്ന കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് ഓരോ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ മൂവി ഇൻഫോ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഡേറ്റ അപ്ഡേറ്റ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കണമല്ലോ, എല്ലാം കുറേ ഫംഗ്ഷനുകളുണ്ട്. അതും ഇതേപോലെ തന്നെ ഈ മോഡൽ ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് പറയാം. ഓക്കെ, അടുത്തായിട്ട് വ്യൂ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ലിസ്റ്റ് ഫയൽ എടുത്തു. അത് ഓക്കെ, നേരത്തെ നമ്മൾ എഴുതിയിരുന്നത് നേരെ ബൈ ഡിഫോൾട്ട് ഒരു ഡിക്ഷണറി കൊടുക്കുക ചെയ്തല്ലേ. അതിന് പകരം നമുക്ക് വേണ്ടത് ഓൾറെഡി ഇവിടെ കിടക്കുന്ന, ഓക്കെ, അതങ്ങ് കളയുവാണ്. നമുക്ക് മൂവി ഡേറ്റ ആദ്യം കടന്നത് നേരത്തെ എഴുതിയത് അങ്ങ് കട്ട് ചെയ്തു. നമുക്ക് ഇനിയും വേണ്ടത്, നമുക്ക് വേണ്ട എല്ലാ മൂവി ഇൻഫർമേഷൻ, അതായത് മൂവി ഡേറ്റയിലെ മൂവി ടേബിളിലെ എല്ലാ വാല്യൂ റിട്രീവ് ചെയ്യണം, അല്ലെങ്കിൽ മൂവി ഇൻഫോ മോഡലിൻ്റെ എല്ലാ ഒബ്ജക്ട്സുകളും നമുക്ക് കിട്ടണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓക്കെ, ഇനി നിങ്ങൾ മൂവി ഇൻഫോ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറേ മെത്തേഡുകൾ കിടപ്പുണ്ടല്ലേ. ശരിക്കും നമുക്ക് മൂവി ഇൻഫോയിലെ ഡേറ്റ ക്രിയേഷനും ഇൻസേഷനും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന
ഒരു മാനേജർ ക്ലാസ് ആണ്. മാനേജർ ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് ആണ് ഈ ഒബ്ജക്ട്സ്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഒബ്ജക്ട്സ് ഡോട്ട് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇനി ഫർദർ ഡേറ്റ ഡിലീഷനും ഇൻസേഷനും ഒക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പറയാം. ഇവിടെ ഞാൻ എല്ലാ ഡേറ്റയും എനിക്ക് വേണം, അതുകൊണ്ട് തന്നെ ഞാൻ ഓൾ എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് മൂവി ഇൻഫോയുടെ മോഡലിൻ്റെ എല്ലാ ഒബ്ജക്ട്സുകളും റിട്രീവ് ചെയ്യണം. ഇത് ഞാൻ മൂവി ഡേറ്റ എന്നതിന് പകരം ഡേറ്റ സെറ്റ് എന്ന് കൊടുത്തു. എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നതിനെ നമ്മൾ ക്വറി സെറ്റ് എന്ന് പറയും. ഞാനത് വെറുതെ ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി മൂവി സെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇവിടെ മൂവി ഡേറ്റ, ഇവിടെ നമുക്കറിയാം എപ്പോഴും നമ്മൾ ഡിക്ഷണറി ആയിട്ടാണ് ഡേറ്റ അങ്ങോട്ട്, ഇവിടെ ക്വറി സെറ്റാണ് കിടക്കുന്നത് അല്ലേ. നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്യേണ്ടത് ഡിക്ഷണറി ആയിട്ടാണ്. അതായത് ടെംപ്ലേറ്റിലേക്ക് ഡേറ്റ എപ്പോഴും പാസ് ചെയ്യേണ്ടത് ഡിക്ഷണറി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാൻ കീ മൂവി ഡേറ്റ എന്നിട്ടു. നമ്മുടെ അവിടുത്തെ കീ നെയിം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുന്നിടത്ത് മൂവീസ് അല്ലേ. ഓക്കെ, കീ മൂവീസ് എന്ന് പറഞ്ഞിട്ടു. മൂവി ഡേറ്റ അല്ല, കീ മൂവീസ് എന്ന് പറഞ്ഞിട്ടു. കാരണം ആ കീ ആണ് നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് മൂവീസ് എന്ന്. മൂവി സെറ്റ് കിട്ടും, വാല്യൂ മൂവി സെറ്റ് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു ഡേറ്റ എല്ലാം റിട്രീവ് ചെയ്തെടുക്കുന്നു. റിട്രീവ് ചെയ്തെടുത്ത ഡേറ്റയിൽ കീ മൂവീസ് എന്നാക്കി ഒരു ഡിക്ഷണറി ആക്കി, എന്നിട്ടത് മൂവി സെറ്റ് എന്ന് പറഞ്ഞ് പാസ് ചെയ്തു. ലിസ്റ്റിൽ നമ്മൾ ടൈറ്റിൽ വേണം. ഓക്കെ, ഇമേജ് ഇപ്പം നമുക്കില്ല, അതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞേക്കാം. സമ്മറിക്ക് വരെ നമ്മളവിടെ ഡിസ്ക്രിപ്ഷനാണ് അല്ലേ. അതായത് ബേസിക്കായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വാല്യൂ, അതായത് പൈത്തൺ ഒബ്ജക്റ്റിൽ നിന്ന് ആട്രിബ്യൂട്ട് വെച്ച് വാല്യൂ ആക്സസ് ചെയ്യുന്നു, അത് തന്നെയാണ് വരുന്നത്. ഇയറും ഉണ്ട്, ഇതും വരുന്നില്ല. ഈ ഇഫ് കണ്ടീഷൻ ഇല്ല. സക്സസ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തില്ല, അതുകൊണ്ട് അതും വേണ്ട. ഓക്കെ, അതായത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇയർ, ഇത് മൂന്നും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ലിസ്റ്റ് ഫംഗ്ഷൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ നമ്മുടെ ടേബിളിലെ എല്ലാ വാല്യൂസും വന്നിട്ടുണ്ട്. അതായത് വാല്യൂ റിട്രീവ് ചെയ്തു. ഇവിടെ ചെയ്തിരുന്ന ഇതാണ്. വ്യൂസിനകത്ത് നമ്മൾ ആദ്യം മൂവി ഇൻഫോ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് ആ മൂവി ഇൻഫോ ക്ലാസ്സിൻ്റെ എല്ലാ ഒബ്ജക്ട്സുകളും മൂവി സെറ്റിലെത്തി. നമ്മൾ വ്യൂവിലേക്ക് പാസ് ചെയ്യുന്നു. പാസ് ചെയ്തിട്ട് നോർമലി നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു ഒബ്ജക്റ്റിൻ്റെ വാല്യൂ, ഒരു ഒബ്ജക്റ്റിൻ്റെ ഓരോ ആട്രിബ്യൂട്ട് വാല്യൂ എങ്ങനെയാണോ ആക്സസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്കിവിടെ വാല്യൂ എടുക്കാം. ടൈറ്റിൽ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഇയർ ഉണ്ടാവും. അത് ഇവിടെ നമ്മൾ വെറുതെ പ്രിൻറ്റ് ഞാൻ മൂവി സെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, സെർവറിൽ ഓരോ മൂവി ഇൻഫോൻ്റെ ഒബ്ജക്റ്റും കിടക്കുന്നത്. നമുക്ക് സാധാരണ ട്രഡീഷണൽ ഡാറ്റാബേസിൽ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മോഡൽ ക്ലാസ്സുകൾ യൂസ് ചെയ്ത് എല്ലാ ഓപ്പറേഷൻസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു MVT ആർക്കിടെക്ചർ എന്താണ്, ജാങ്കോ MVT ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് ഓൾമോസ്റ്റ് കവറായി. അതായത് മോഡൽ എന്താണ്, വ്യൂ എന്താണ്, ടെംപ്ലേറ്റ് എന്താണ്. ഇപ്പോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മോഡൽ ക്ലാസ്സുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മുടെ മോഡലിനകത്തായിരിക്കും മാനേജ് ചെയ്യുന്നത് അല്ലേ. models.py നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിടുന്നു. വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യൂ ഫങ്ഷൻസ്, അതായത് മോഡലിൽ നിന്ന് യൂസറിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച്, യൂസർ കൊടുക്കുന്ന റിക്വസ്റ്റ് അനുസരിച്ച് ഡേറ്റ, എന്തൊക്കെ ഡേറ്റയാണോ മോഡലിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ എഴുതുന്ന വ്യൂ ഫംഗ്ഷനകത്താണ്. ഓക്കെ, വ്യൂ ഫംഗ്ഷൻ ചെയ്യുന്നത് യൂസറിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് എന്ത് ഡേറ്റയാണോ വേണ്ടത്. ഇപ്പം നമ്മളിപ്പം ചെയ്ത ഓപ്പറേഷൻസിനകത്ത് ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് മൂവി ഇൻഫർമേഷൻ ഫെച്ച് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ചിലപ്പം അങ്ങനെ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻ വൈസും ഒക്കെ വരാം. അപ്പം ഇനി നെക്സ്റ്റ് പാർട്ടുകളിൽ നമ്മൾ അതിലേക്ക് കയറുന്നുണ്ട്. അതായത് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ആപ്പ് ലോജിക്ക് എല്ലാം കിടക്കുന്നത് വ്യൂവിനകത്തായിരിക്കും. ബിസിനസ് ലോജിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു ലോജിക്കൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും അവിടെ നമ്മൾ ഡേറ്റ ഫെച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ, നമ്മുടെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ 2003 ശേഷം ഇറങ്ങിയിരിക്കുന്ന സൂപ്പർ ഹിറ്റ് മൂവീസ് മാത്രമാണ് നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ യൂസർ ഒരു ടേബിളിൽ ചിലപ്പം ഒരു കാറ്റഗറി സൂപ്പർ ഹിറ്റ് എന്ന് സെലക്ട് ചെയ്യുകയും എന്നിട്ട് 2016 ഇയർ അത് കൊടുത്തിട്ട് സെർച്ച് ആയിരിക്കും പ്രസ് ചെയ്യുന്നത്. ഇത് ബാക്കെൻഡ് നമ്മൾ വ്യൂ ഫംഗ്ഷനകത്ത് നമ്മൾ ആ പർട്ടിക്കുലർ യൂസറിൻ്റെ എന്താണോ അയാൾക്ക് കൊടുക്കേണ്ട ഡേറ്റ അത് നമ്മളവിടെ ഒരു ലോജിക്കലി നമ്മൾ കോഡ് എഴുതിയിട്ട് ആണ് നമ്മൾ ഡേറ്റ ബാക്കെൻഡ് DBയിൽ നിന്ന് അല്ലെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കുന്നത്. ഫെച്ച് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആ ഡേറ്റ റിട്രീവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നത്. ഈ ലോജിക്കൊക്കെ എഴുതുന്നത് വ്യൂ ഫംഗ്ഷനകത്താണ്.
ഓക്കെ, അടുത്തത് ആ വ്യൂ ഫംഗ്ഷനിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കുന്ന ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കുമ്പോൾ നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൊറി സെറ്റായിട്ടൊക്കെ ആയിരിക്കും ഡേറ്റ കിട്ടുന്നത്. ആ സെറ്റായി കിട്ടുന്ന ഡേറ്റ നമുക്ക് അതേപടി യൂസർക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂസർക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു HTML അല്ലെങ്കിൽ എല്ലാം യൂസ് ചെയ്ത് കുറച്ചുകൂടെ റിച്ച് ആയിട്ട് UI ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം വരുന്നത്. അതിനുവേണ്ടി നമ്മൾ ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നു. ആ ടെംപ്ലേറ്റിനകത്ത് ഈ കൊടുക്കുന്ന ഡേറ്റ വെച്ച് റെൻഡർ ചെയ്തിട്ട് ആ ടെംപ്ലേറ്റാണ് നമുക്ക് യൂസർ റെസ്പോൺസായിട്ട് കൊടുക്കുന്നത്. ഈ മോഡൽ വ്യൂ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടേബിൾ ചേഞ്ച് വരുത്തണമെങ്കിൽ മോഡലിൽ മാത്രം, അല്ലെങ്കിൽ ഡേറ്റയിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ മോഡൽ ഫയൽസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അതേസമയം നമ്മുടെ ലോജിക്കൽ എന്തെങ്കിലും നമ്മുടെ ബിസിനസ് ലോജിക്കിൽ ചേഞ്ച് വരുത്തുന്നെങ്കിൽ വ്യൂവിൽ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനുകൾ മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അതേപോലെ നമ്മുടെ UIയിൽ അല്ലെങ്കിൽ ടെംപ്ലേറ്റിലാണ് നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റിനെ മാത്രം നോക്കിയാൽ മതി. ഇതുകൊണ്ടാണ് നമ്മൾ ജാങ്കോ മോഡൽ വ്യൂ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഇന്ന് നമ്മളിപ്പോൾ ജാങ്കോയുടെ ORMൻ്റെ ഏറ്റവും ബേസിക്സ് കവർ ചെയ്തിരിക്കുന്നത്. എന്താണ് മോഡൽ ഫയൽസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, മോഡൽ ഫയലിൽ നിന്ന് എങ്ങനെയാണ് ഡേറ്റ റിട്രീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്തത്. ഇനിയും നമുക്ക് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ടുകളിൽ നോക്കാം. ഓക്കെ, ബൈ.